ഈ സാറ്റർഡേ എന്തായാലും മടിയായിട്ടിരിക്കില്ല എന്ന് വാശിയിലാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം വേണം. എൻ്റർടൈൻമെൻറ്റ് വേണം, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം, ഒരു ഫാമിലി ടൈം വേണം, പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റണം. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൂടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ്. സാധാരണ ഒരാളുടെ ലൈഫിൽ അങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് വളരെ കുറവാണ്. പക്ഷെ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ 1-2 പ്ലാൻസിലാണ് ഞാനീ പോകുന്നത്. ആദ്യം നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. നല്ലൊരു ഊണിൽ തുടങ്ങാം. കൊച്ചിയിൽ എൻ്റെ ഫേവറേറ്റ് ഊൺ സ്പോട്ടാണിത്, ഇലയൂണ്. ഇവിടുത്തെ തിരക്കൊഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും മനസ്സിൽ നിറയും. അതാ കൗണ്ടറിൽ ഇരിക്കുന്ന ചേച്ചി മുതൽ അവിടെ ക്ലീൻ ചെയ്ത ബംഗാളി ചേട്ടൻ വരെ എല്ലാവരും ഒരേ പൊളിയാണ്. നല്ല രുചിയുള്ള ഫുഡ് പൊതുവെ എന്നെ റിലാക്സ്ഡ് ആക്കാറുണ്ട്. ഇവിടുത്തെ ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. റേറ്റും ഒരുപാട് കൂടുതലൊന്നും ഇല്ലെന്നേ. ഈ കക്കത്തോരനും ഈ സാലഡും ഈ പൊടിച്ച പപ്പടവും പിന്നെ ഇതാ ഈ പിക്കിളും എല്ലാ ദിവസവും ഉണ്ട്. ഈ അവിയലും മറ്റു ചില കൂട്ടുകറികളും മാത്രമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി. അങ്ങനെ കഴിക്കാനൊരു ഫിഷ് ഫ്രൈയും ഒരു കൊഞ്ച് റോസ്റ്റ് ഓർഡർ ചെയ്ത് ഞാൻ പണി തുടങ്ങി. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ, നിറമേഴിൻ തുമ്പത്ത് സ്വരമേള തിരയാട്ടം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക്. കൊച്ചിയിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. പക്ഷേ ഈ അടുത്തിടയ്ക്ക് കൊച്ചിയിൽ ഈ സാറ്റർഡേസിൽ പൊതുവേ തിരക്ക് ഇച്ചിരി കൂടുതലാണ്. പണ്ടൊക്കെ ഞാൻ ആദ്യം വരുമ്പോൾ ഇത്ര തിരക്കൊന്നുമില്ല, എന്താണെന്നറിയില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സാറ്റർഡേ സൺഡേസിലൊക്കെ റോഡിൽ. ഇതാണ് എൻ്റെ പ്ലാനിലെ അടുത്ത സ്ഥലം. 1-2 ചെറിയ പർച്ചേസ്. ഞാൻ ഒരിക്കലും ഒരു ഡെക്കാത്തലോൺ പേഴ്സൺ അല്ല. വല്ലപ്പോഴൊക്കെ വന്ന് കണ്ടു പോകുന്നതല്ലാണ്ട് ഞാനങ്ങനെ എനിക്ക് വേണ്ടി സാധനങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ 1-2 ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പോകുമ്പോഴാണ് നല്ല പരിചയമുള്ള ഒരാളെ കാണുന്നത്. കൂടെ വന്ന ഭാര്യയാണ്. ദേ ആൾ സൈക്കിളൊക്കെ ചവിട്ടുകയാണ്. അങ്ങനെ ഞാനൊരു 2 റൗണ്ട് ചവിട്ടി. എൻ്റെ കസിൻ ഈ അടുത്തിടയ്ക്ക് സൈക്കിൾ വാങ്ങിയപ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ച ആളാണ് ഞാൻ. പെട്ടെന്നൊരു നിമിഷം സൈക്കിൾ വാങ്ങിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. സംഭവം കൊള്ളാട്ടോ, ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. പക്ഷെ അവൻ വാങ്ങിച്ചു. ഇപ്പോഴാണ് എനിക്ക് അവൻ്റെ ആ ഫീൽ മനസ്സിലായത്. അങ്ങനെ 1-2 ജോഡി ഡ്രസ്സും എടുത്തിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക്. ഇനി നേരെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക്. അവിടെ ഏതോ ഷോപ്പിൽ കയറണം എന്ന് വൈഫ് ഇങ്ങനെ പറയുന്നു. ഈ റൂട്ട് കൊള്ളാട്ടോ. ഞാനിതുവഴി ലാസ്റ്റ് വരുന്നത് മുമ്പേ പറഞ്ഞ കസിൻ ഞങ്ങളെ ആദ്യം കൊച്ചിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ്. അടിപൊളി റൂട്ടാട്ടോ ഇത്. പെട്ടെന്ന് ഈ ജംഗ്ഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അത്യാവശ്യം നല്ല ഹാപ്പനിങ് സ്പോട്ട് പോലെ തോന്നി. ഈ DIYയിലേക്കാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ ചെറിയൊരു പണിയും കിട്ടി. ഞാൻ കാർ പാർക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായി. പെട്ടെന്നൊരു പോലീസുകാരൻ ചേട്ടൻ ചാടി വന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ബ്ലോക്ക് ക്ലിയർ ആക്കാൻ വരുന്നതായിരിക്കുമെന്ന്. പക്ഷെ ആൾ ചാടി വന്നിട്ട് നേരെ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചുപോയി. എന്തായാലും അതിൻ്റെ ഒരു പെറ്റി ഉറപ്പാണ്. 2 ദിവസമായിട്ട് ഞാൻ അത് നോക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ മെസ്സേജൊന്നും വന്നിട്ടില്ല. വരുമായിരിക്കും, അറിയില്ല. ഈ DIY കൊള്ളാട്ടോ. അത്യാവശ്യം പൂക്കി സാധനങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാനൊരു സാൻഡ്വിച്ച് മേക്കറൊക്കെ ഇവിടുന്ന് വാങ്ങി. അത്യാവശ്യം ചെറിയൊരു പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. ഇനി അത്യാവശ്യം പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക്. എന്നിട്ട് IPL കണ്ടുകൊണ്ടൊരു പഠിത്തം, പിന്നെ കൂട്ടത്തൊരു മന്തിയും. മൊത്തത്തിൽ നല്ലൊരു ഡേ ആയിരുന്നു. പതുക്കെ എൻ്റെ മടികൾ മാറ്റാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാണുന്നവരാരെങ്കിലും എന്തെങ്കിലും ഇതിലും നല്ല ഈസി ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ. ബൈ.